أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها ഭൂമി അതിശക്തമായി വിറകൊള്ളുമ്പോൾ ഇദാ സുൽസിലത്തിൽ അർള് എന്ന ഖുർആനിലെ വചനം ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും പിടിച്ച് കുലുക്കുന്ന അതിഭയങ്കരമായ കുലുക്കത്തെ സൂചിപ്പിക്കുന്നു. സൽസല എന്ന പദം 2 തവണ ആവർത്തിക്കുന്നത് ഭൂമി കുലുക്കത്തിൻ്റെ തീവ്രതയെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ബോധ്യപ്പെടുത്താനാണ്. അങ്ങനെ ഒന്നും അതിനു മുൻപോ ശേഷമോ ഒരിക്കലും സംഭവ്യമല്ല. മനുഷ്യ മനസ്സുകളുടെ ഭാവനകൾക്കോ ചിന്തകൾക്കോ ആ ഭയാനകതയെ ഉൾക്കൊള്ളാനേ കഴിഞ്ഞെന്ന് വരില്ല. ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറന്തള്ളുമ്പോൾ, അഹ്റജ എന്ന പദത്തിന് പുറന്തള്ളുക എന്നും നാട് കടത്തുക എന്നും അർത്ഥം വരുന്നു. അസ്കാലഹ എന്ന പദത്തിൻ്റെ അർത്ഥം അതിൻ്റെ ഭാരങ്ങളെ എന്നാണ്. അള്ളാഹു പറയുന്നു, സകല ഭാരങ്ങളെയും പേറുമ്പോൾ അതിന് തന്നെ നിശ്ചയമുണ്ട്, ഒരു നാൾ ഞാൻ ഇതെല്ലാം പുറന്തള്ളുമെന്ന്, ഇതിൽ നിന്നെല്ലാം ഞാൻ മുക്തമാക്കപ്പെടുമെന്ന്. ആ ഒരു യാത്രയിൽ അതിൻ്റെ ലക്ഷ്യബോധത്തിൽ നിന്നാണ് അത് ചലിച്ചു കൊണ്ടിരിക്കുന്നത്. മലകളെയും പുഴകളെയും പിന്നെ സകല ചരാചരങ്ങളെയും അവയുടെ പാപങ്ങളെയും പേറുന്ന ഭൂമി ഈ ഒരു ദിവസത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. ഇതിൽ നിന്നെല്ലാം ഒരു ദിവസം എനിക്ക് മോചനമുണ്ടെന്ന് അതിന് നിശ്ചയമുണ്ടായിരുന്നു. മരണപ്പെട്ടവർ അവരുടെ കബറിടത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു, നിധികൂമ്പാരങ്ങൾ വെളിവാക്കപ്പെടുന്നു. എന്നാൽ ആരും തന്നെ അതേക്കുറിച്ച് ഓർക്കുന്നില്ല. ജീവിച്ചിരുന്ന കാലത്ത് മോഹിപ്പിച്ചിരുന്ന ഒന്നും തന്നെ അവർക്ക് മോഹം നൽകുന്നില്ല. ആളുകൾ തിരിച്ചറിയുന്നു, ഇത്രയും കാലം ഞാൻ കൊതിച്ചിരുന്ന ഒന്നിനും, നേടാൻ ആഗ്രഹിച്ച ഒന്നിനും ഒരു മൂല്യവുമില്ലായിരുന്നു എന്ന്. സ്വന്തം വിഡ്ഢിത്തമോർത്ത് പരിതപിക്കാനല്ലാതെ മറ്റൊന്നിനും അവർക്കിനി സമയമില്ല. എന്നാൽ ഭൂമിയാകട്ടെ സകലതിനെയും പുറന്തള്ളി അതിൻ്റെ വേദനയിൽ നിന്നും ഇത്ര നാളും ചുമന്ന മനുഷ്യൻ്റെ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ടിരിക്കുന്നു.